എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നെത്തോലി കട്ട്ലേറ്റ്. ഇതെങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ നെത്തോലി കട്ട്ലേറ്റിന് ആവശ്യമായിട്ട് ഞാനിവിടെ 250 ഗ്രാം നെത്തോലി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് ഇതൊരു 4 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിനധികം വേവില്ലാത്തത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 4 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. നമുക്ക് ഈ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഇഞ്ചി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് അതും 1/2 ടീസ്പൂണ്. 3 പച്ചമുളക് അരിഞ്ഞത്, രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് കുറച്ച് സമയം എടുത്ത് ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുത്തതിന് ശേഷം മുള്ള് കളഞ്ഞിട്ട് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ഇടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. നമുക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 1/2 ടീസ്പൂണ് ഗരം മസാല അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് ഉടച്ച് വെച്ചതാണ് ഇതോടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇതിനിപ്പോൾ ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഓവൽ ഷേപ്പ് ആക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഓവൽ ഷേപ്പാണ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്കെല്ലാം ചെയ്ത് എടുക്കാം. ഞാനിവിടെ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റും എടുത്ത് ഈ മുട്ടയ്ക്കകത്തിൽ മുക്കിയിട്ട്
ഈ റസ്കിൻ്റെ പൊടിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നെത്തോലി കട്ട്ലേറ്റ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുമല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമല്ലോ. എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.